അങ്ങനെ നമ്മുടെ ബാലൻ അനുശ്രീയോട് പറയേണ്ട അവൻ്റെ ഒരു ബന്ധം നമുക്ക് വേണ്ട മോളെ, അവൻ്റെ താലി അവൻ്റെ മുഖത്തേക്ക് വലിച്ചളഞ്ഞിട്ട് പോരെന്ന് പറയണ്ട. എന്തായാലും അവൾ വേഗം അവൻ്റെ അടുത്ത് പോയിട്ട് അലോകിൻ്റെ അടുത്ത് പോയിട്ട് അവളെ താലി വലിച്ചളയുന്നുണ്ട് അവൻ്റെ മുഖത്തേക്ക്. എന്നിട്ട് തിരിച്ചിട്ട് അവളുടെ അച്ഛൻ്റെ ഒപ്പം പോകുന്നുണ്ട്. ബാലൻ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ അനുശ്രീയെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ അനന്തൻ നമ്മുടെ അലോകിനെ തല്ലുന്നുണ്ട്. നീ എന്തിനാ അങ്ങനത്തെ തോന്നിവാസമൊക്കെ കാണിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല തല്ലു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട്, ഇനി എന്നെ തല്ലിക്കോളൂ, പക്ഷേ എൻ്റെ മകനെ തല്ലണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനന്തനെ തടയുന്നുണ്ട് നമ്മുടെ അച്യുതൻ. അപ്പോൾ വേഗം രാജശ്രീ വന്ന് പറയുന്നുണ്ട്, ഇത്രയും ദിവസം നിൻ്റെ ഭാര്യയായിട്ടല്ല അവൾ ജീവിച്ചത്, എന്നിട്ട് അവൾ നിന്നോട് പോലും പറഞ്ഞില്ലല്ലോ ഇതൊക്കെ, പിന്നെ എന്തിനാടാ നിങ്ങളിങ്ങനെ ഭാര്യയും ഭർത്താവായി ജീവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലോകിനെ ചീത്ത പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അച്യുതാനന്ദനോട് പറയുന്നുണ്ട്, നമ്മളോട് ഈ ചെയ്തതിന് നമുക്ക് എന്തായാലും അവരോട് പ്രതികാരം തീർക്കണം ഏട്ടാ. അവരുടെ മകളെ ഇവിടുന്ന് കൊണ്ടുപോയില്ല, അതുപോലെ നമ്മുടെ കുട്ടീനെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം, അപ്പോഴേ അവർ നാണം കേടുള്ളൂ, അത് എത്രയും പെട്ടെന്ന് നമുക്ക് മിത്രേനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അനന്തനാണെങ്കിൽ വല്ലാത്ത വിഷമമൊക്കെ ആവണുണ്ട്. എല്ലാവരും ഞെട്ടണമൊക്കെ ഉണ്ട്. പിന്നെ കാണിക്കേണ്ടത് അപ്പുറത്ത് നമ്മുടെ ഗോമതി മകൾ വന്ന സന്തോഷത്തിൽ നല്ല കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് കുറിയൊക്കെ തൊട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് പറയണ്ടേ, എൻ്റെ മോള് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്ത്, നമ്മുടെ കുടുംബം ഒരിക്കലും നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പാവം എൻ്റെ മോള് ഒരുപാട് അനുഭവിച്ചു, ഇനി ഞാൻ എൻ്റെ മോളെ ഒരിക്കലും ഇങ്ങനെയൊന്നും അനുഭവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മിത്രയ്ക്ക് എല്ലാവർക്കും സന്തോഷമാവേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.